നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പുഴുക്കാണ്. നമ്മുടെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. പുഴുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ നന്നായി കഴുകിയതിന് ശേഷമുള്ള പയറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിടാം. ഞാൻ ഇവിടെ കുതിരാത്ത ഇപ്പോൾ നോർമലായിട്ടുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കഴുകി. എന്നിട്ട് അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കുക്കറിലോട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അല്ലാതെ നമ്മൾ വിറകടുപ്പൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് നോർമലായിട്ട് ചട്ടിയിലെങ്ങാനും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ചെറുപയർ ഇട്ടു. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുതിർത്ത ചെറുപയറാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ ഇവിടെ കുതിർക്കാത്ത ചെറുപയറായതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. ഞാൻ വലുതായതുകൊണ്ട് 2 അല്ലി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട, വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വേറൊരു പാനിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ നാടൻ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വെളിച്ചെണ്ണയാണ് വളരെ നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കടുകൊന്ന് പൊട്ടുമ്പോൾ അതിലേക്കൊരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് എന്തായാലും ഇതിൽ ചേർക്കണം. കാരണം വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടണം ഈ പുഴുക്കിൽ. അപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യുമ്പോൾ ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫ്ലെയിം കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ തേങ്ങ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുകയും ചെയ്യില്ല, അത് കരിഞ്ഞ ടേസ്റ്റും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ട് ഏകദേശം പച്ചമണമൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അധികം വേവിക്കേണ്ട എന്നാണെങ്കിൽ ജസ്റ്റ് അത് അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുഴുക്കെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഉടഞ്ഞ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും കൂടി ചേർത്തിട്ട് ചെറുപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ തേങ്ങയും ഈ ചെറുപയറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരടുപ്പ് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് അടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെറുപയർ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കഞ്ഞിക്കും ചോറിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണ്. അപ്പോൾ ഈ ഒരു പുഴുക്കും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ നമുക്ക് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അധിക പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.